പ്രിയപ്പെട്ട ഭാര്യയുടെ വല്യപ്പ 4 ദിവസം മുന്നേ മരണപ്പെട്ടു. വല്ലാതെ പരിശുദ്ധമായ ദീനിനെയും അതുപോലെ തന്നെ ജമാഅത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന എപ്പോൾ ചെന്നാലും, ഇപ്പോൾ ഞാൻ ഈ മഹല്ലുകളിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഏത് മഹല്ലത്തിലാണോ ജോലി ചെയ്യുന്നതെങ്കിൽ ആ മഹല്ലത്തിലുള്ള നിവാസികളാകുന്ന ആളുകൾ പോലും ചോദിച്ചറിയാത്ത വിധത്തിൽ ആ മഹല്ലിൻ്റെ അവസ്ഥയെക്കുറിച്ചും ദീനിയായ പുരോഗതിയെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു. ദീനിനെയും ദീനിൻ്റെ ആളുകളെയും വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അള്ളാഹു പാരത്രിക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം 2 ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകളും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. വല്ല സല്ലാത്തുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ മഹലായ ഫളല് കൊണ്ടും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും അള്ളാഹു അഫ്വ് ചെയ്ത് അവൻ്റെ മഗ്ഫിറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നലെ മരണപ്പെട്ട നമ്മുടെ കാവഞ്ചേരി തങ്ങളുപ്പാപ്പ, അങ്ങൊക്കെ കാവഞ്ചേരി തങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവാൻ സാധ്യതയില്ല. തങ്ങളും റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു പാരത്രിക ദർജ ഉയർത്തട്ടെ. അങ്ങനെ ഓരോരുത്തരും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് നമുക്കും വരാനുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. നാളെ ഒരു പക്ഷേ എൻ്റെ മരണവാർത്തയും നിങ്ങൾ കേട്ടേക്കാം. ഏത് സമയത്താണ് മരണമെങ്കിലും അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. റാഹത്തോടെ ജീവിച്ച് അതേ റാഹത്തോടെ തന്നെ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നസീബാക്കട്ടെ. എല്ലാവരും